ഹായ് ഹലോ. ഇത് എൻ്റെ ഗസ്റ്റും കൊണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിക്കാൻ അവൻ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കുറച്ച് നല്ല പഴുത്ത ഏത്തയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടെ എല്ലാവർക്കും അറിയാമല്ലോ, ഏത്തയ്ക്കാപ്പം രണ്ടായിട്ടോ അവനവൻ്റെ ഇഷ്ടം പോലെ രണ്ടോ മൂന്നൊക്കെ ആയിട്ട് കട്ട് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം ചോദിച്ചാൽ, നമ്മൾ ഈ തവയില്ല, ഇങ്ങനത്തെ തവയാണ്, നമുക്ക് ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട. നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഈ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒത്തിരി എണ്ണ ഏത്തയ്ക്കാപ്പം ഇങ്ങനെ പിടിക്കത്തുമില്ല. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലേ. പിന്നെ നമ്മളിത് വറുത്ത് കോരി കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ ടിഷ്യൂ പേപ്പർ വെക്കണം. ടിഷ്യൂ പേപ്പർ അത് വലിച്ചെടുത്തോളും. നമുക്ക് വളരെ കുറച്ച് എണ്ണ മാത്രം മതി ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ. ചിലർ പിന്നെ ഇങ്ങനെ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ വറുത്ത് കോരി എടുക്കും. അപ്പോൾ ഒരുപാട് എണ്ണ ഉണ്ടാവും അതിൽ. പിന്നെ വേറെന്ന് ചോദിച്ചാൽ, പിന്നെ പലരും പല രീതിയിലുണ്ടാക്കുവേ. ഞാനിവിടെ കറുത്ത എള്ളും ജീരകവും ഒക്കെ ഇടുക. പക്ഷേ എൻ്റെ കയ്യിൽ എള്ളുണ്ടാകും, തീർന്നു പോയി. അപ്പം ഞാൻ പിന്നെ എള്ളില്ലാതെ മൈദാമാവ് ശകലം അരിപ്പൊടി ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി ശകലം പഞ്ചസാര തുള്ളി ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അങ്ങനെ മധുരം വേണം നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ എൻ്റെ ഒന്നും സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊന്നും ഇങ്ങനെ ഏത്തയ്ക്കാപ്പം അങ്ങനത്തെ സ്നാക്സ് ഒന്നുമില്ല. ചോറ് കാണും, അത് കഴിക്കും. അപ്പോൾ എല്ലാ അമ്മമാരും ഇത് കാണുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മക്കൾക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുക, നമുക്കറിയാമല്ലോ എല്ലാവരും എന്താ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.